അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബോയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് സെമി കോട്ടനോ അങ്ങനത്തെ പിടിച്ചാൽ കിട്ടുന്ന മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ ബാക്കി ഏത് മെറ്റീരിയലും നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. 8 ഇഞ്ച് വിഡ്ത്തും 15 ഇഞ്ച് ലെങ്ത്തുമുള്ള പീസ് നമ്മൾ ഇതുപോലെ നീളത്തിൽ രണ്ടാക്കി മടക്കുക. എന്നിട്ട് മടക്ക് ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ ഇതുപോലെ വട്ടമുള്ള എന്തെങ്കിലും അടപ്പോ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. അതായത് നല്ലൊരു കർവ് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള കർവ് കിട്ടുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. ഞാനിപ്പോൾ പേന വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്ക് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്ര കട്ടിക്കൊന്നും വരയ്ക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആ പേന വെച്ച് വരച്ച ആ പോർഷനൊന്നും പിന്നീട് നമ്മൾ കാണില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് കളയുന്നതാണ് ആ ഒരു പോർഷൻ. പിന്നെ നമ്മളുടെ അടുത്ത പീസ് എടുക്കുക. അതായത് 8 ഇഞ്ച് വിട്ടും 10 ഇഞ്ച് ലെങ്ത്തുള്ള പീസ് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി നമ്മളൊരു ബോ ചെയ്യുന്നതിന് മുമ്പുള്ള ആ സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കാം. നമ്മൾ ആദ്യം തന്നെ നീളത്തിൽ മടക്കി പിന്നെ വീതിയിൽ മടക്കി എന്നിട്ട് നമ്മളിപ്പോൾ ബോ പോലെ ആക്കാനായിട്ടുള്ള പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് അത് ഇളകി കളിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഡിസൈനൊക്കെ ബോർഡ് ആ പൊസിഷനിൽ വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആദ്യമേ എല്ലാം വരച്ച് സെറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ബോർഡ് കറക്റ്റ് പൊസിഷൻ എവിടെയൊക്കെയാണ് ഡിസൈൻ വരേണ്ടതെന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വേണമല്ലോ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കർവ് പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മുടെ റോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് റൗണ്ടൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൗണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വരച്ചാലും മതി കേട്ടോ. ചെറിയ റൗണ്ട് വരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറമായിട്ട് കുറച്ച് ലീവ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മളുടെ അടുത്ത പീസിലും ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഡിസൈൻ വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വരക്കുന്ന സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ആ ബോ മടക്കിയത് നിവർത്തിയിട്ട് നമുക്കിനി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ്. നമ്മൾ 6 സ്റ്റാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ 3 സ്റ്റാൻഡ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. 6 സ്റ്റാൻഡ്സ് ആകുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഫ്ലവർ ആ റൗണ്ട് വരച്ച് കൊടുത്തതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സൂചി മുകളിലായിട്ട് കുത്തിയെടുത്തിട്ട് ആ റൗണ്ടിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു 5 വര വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഫ്ലവർ എംബ്രോയ്ഡറി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സജഷനൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത കൂടി പറയാണ്. എൻ്റെ ഈ ഒരു സ്മോൾ ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ജൂലൈ 19th വരുമ്പോൾ 1 year ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറേ എക്സൈറ്റിംഗ് ന്യൂ ഓഫേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ പ്രൊഡക്റ്റിൻ്റെ, അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ ഓഫറൊക്കെ കൊടുത്ത് നമ്മൾ ക്ലിയറൻസ് സെയിൽ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നതാട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിന് സാധനങ്ങളൊക്കെ ക്ലിയറൻസ് ചെയ്യാനാണ് നമ്മളത് കഴിഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ പോലെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ ഏതൊക്കെ റേറ്റിനാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഹെയർ ആക്സസറീസ് ആട്ടോ സെയിൽ ചെയ്യുന്ന, മെറ്റീരിയൽസ് അല്ല. അപ്പോൾ ഞാൻ റോസ് ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തുള്ള ലീഫ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടേതായ ഐഡിയാസ് അനുസരിച്ച് ഹാർട്ട് ഷേപ്പ്, സ്റ്റാർ ഷേപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്കിത് റിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഈ ടെയിൽ പോലുള്ള വരുന്ന ഭാഗമൊന്നും നമുക്ക് എംബ്രോയിഡറി റിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് വരാൻ രീതിയിലൊക്കെ വേണം നോക്കാൻ. നമ്മളുടെ ബോർഡ് ഇത് നമുക്ക് റിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിൽ വെറുതെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിലും എളുപ്പം നമ്മൾ എംബ്രോയിഡറി റിങ്ങിലിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ എടുത്ത് പറയാണ്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റാത്ത മെറ്റീരിയൽ എടുത്ത് ചെയ്യരുത്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടനോ സെമി കോട്ടനോ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ബോ ചെയ്യാൻ. ഇതൊരു അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫ്ലവറൊക്കെ 3 കളറിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള ഫ്ലവറിൻ്റെ റിസൾട്ട്. നല്ല ഭംഗിയിലേ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കുറച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസായി. ഇനി നമ്മൾ ആ ടെയിലിൻ്റെ ഭാഗത്തും ഇതുപോലത്തെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 4 ഫ്ലവേഴ്സാണ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് 3 ഫ്ലവറാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടെയിൽ ഇതുപോലെ ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു അടപ്പ് വെച്ച് വരച്ചു കൊടുത്ത ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചി നൂലും യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുകൾ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ നല്ല വശം പുറത്തോട്ട് എടുക്കാനായിട്ടാണ്. പിന്നെ അതേ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിലേക്ക് പുറത്തോട്ട് എടുത്തതിന് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് കട്ട് ചെയ്യാണ്ട് നോക്കാം കേട്ടോ. ഇനി നമുക്കിതേ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നല്ല വശം ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുത്തിട്ട് എന്തെങ്കിലും കോലല്ല എന്തെങ്കിലും ഒരു കമ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ പോയിന്റുകളൊക്കെ ഒന്ന് നല്ലപോലെ കുത്തി ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബോ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ബോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പിറ്റയിൽ പോയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിന് മുമ്പ് നമ്മളുടെ ബോയുടെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നീളത്തിൽ മടക്കി അത് കഴിഞ്ഞ് വീതിയിൽ മടക്കി കൊടുത്തു. കണ്ടോ, ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, മടക്ക് ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ലെവലായിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. അങ്ങനെ വരച്ച് കൊടുക്കുന്ന അത്രയും പോർഷനിൽ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ബീഡ്സ് വെച്ചുള്ള ഈ തുന്നൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എംബ്രോയിഡറി കുറച്ച് ഈ അറ്റത്തേക്ക് നീക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 3mm-ൻ്റെയും 4mm-ൻ്റെയും നിങ്ങൾക്ക് ഏത് സൈസിലെ ബീഡ്സ് വേണമെങ്കിലും ഏത് കളറിലെ ബീഡ്സ് വേണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഒരു ബോർഡർ ലൈൻ പോലെ വരച്ച ആ ഒരു ലൈൻ കാണാത്ത വിധത്തിൽ നമ്മൾ മൊത്തത്തിൽ തുന്നി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റും അതുപോലെ തന്നെ ഗോൾഡൻ കോമ്പിനേഷനിലാണ് ബീഡ്സ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ബാക്ക് സൈഡ് കവർ ചെയ്ത് പോകണേനല്ലോ. അപ്പോൾ എന്തായാലും ബാക്ക് സൈഡിൽ സ്റ്റിച്ച് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് മൊത്തത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ആ ഒരു ലൈനിൽ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ ഒരു കർവ് വരുന്ന ഒരു സെൻറ്ററിലേക്ക് നിൽക്കുന്ന തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രം ഞാൻ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തുന്നി കൊടുക്കുന്ന ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല ഒട്ടുന്ന ഏത് ഗ്ലൂ വെച്ചും നമുക്ക് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. B7000
അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണിലും നല്ലത് B7000 അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനത്തെ ബോർഡർ ലൈൻ വരച്ച് കൊടുത്തതിന് ഇനി സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന പോലെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബോ പോലെ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ടെയിലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂഷ്വലി നമ്മൾ ഈ ഒരു ബോയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മളുടെ ടെയിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബോയും അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വലിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ല ടൈറ്റിൽ തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബോയും ടെയിലും കൂടിയും സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സെക്യൂർ ആയിട്ടിരിക്കും. ഒട്ടിച്ചാലും സെക്യൂർ ഇല്ല എന്നല്ല, പക്ഷേ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബോ ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നെറിവെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബീഡ്സ് ഇച്ചിരി ചെയ്തത് ഇത്തിരി കൂടിപ്പോയോന്ന് എനിക്കൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ അളവൊക്കെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടാവും. അത് നമുക്കിപ്പോൾ നമ്മളുടേതായ എഫേർട്ടും വർക്കും ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ എംബ്രോയ്ഡറി വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്യുന്നത് കാരണം നമുക്കിതിൽ ഒരു 95 എബോവ് കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 90-95 എബോവ്, അതിൽ താഴെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഇതിന് റേറ്റ് ഇടാൻ തോന്നുന്നത് അതനുസരിച്ച് റേറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പോയി കാണണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.